അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഫങ്ഷൻ യൂസ് ചെയ്യാൻ കാരണം? അപ്പോൾ എത്ര ടൈപ്പുള്ള ഫങ്ഷൻസ് ഉണ്ട്? നമ്മൾ മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പുള്ള ഫങ്ഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ബൈ വാല്യൂം, കോൾ ബൈ റെഫറൻസും. ഓക്കെ, ഈ കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെമ്മറി അതിൽ കോപ്പിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. കോപ്പി ഓഫ് വാല്യൂസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഫങ്ഷൻ സിൻടാക്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, ഫംഗ്ഷന്റെ സിൻടാക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് ആണ്. എന്ത് ഇതാണ് ഇന്റീജർ ആണോ റിട്ടേൺ ചെയ്യേണ്ടത്, ഫ്ലോട്ട് ആണോ റിട്ടേൺ ചെയ്യുന്നത്, അങ്ങനത്തെയാണ് നമുക്ക് ഫസ്റ്റത്തെ ഇത് വരുന്നത്. പിന്നെ വരുന്നത് ഫംഗ്ഷൻ നെയിം. അപ്പൊ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. നോർമലി പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കുക. ബന്ധപ്പെട്ടിട്ടുള്ള നെയിമാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് ആണ്. അത് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബ്രാക്കറ്റിനുള്ളിൽ തന്നെ കൊടുക്കണം. എത്ര പാരാമീറ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് പാസ് ചെയ്യാം. അതിനും ഓരോ ടൈപ്പ് ഉണ്ട്. പാരാമീറ്റേഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റീജർ ആവാം, ക്യാരക്ടർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിക്കോളൻ, ഇതാണ് നമ്മുടെ എന്ത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ സിൻടാക്സ് ആണ് റിട്ടേൺ ടൈപ്പ്, നെയിം ഓഫ് ദി ഫംഗ്ഷൻ, പാരാമീറ്റർ 1, പാരാമീറ്റർ 2, പാരാമീറ്റർ 3, പാരാമീറ്റർ n. ഓക്കെ, പിന്നെ സെമി കോളൻ. ഇത് ഈ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിൽ തന്നെയായിരിക്കും. നമുക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിമെമ്പർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിന്റ് എഫ് ഒക്കെ നോക്കിയാൽ മതി. പ്രിന്റ് എഫ് എങ്ങനെ, അതൊരു ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ മെയിൻ, അതൊക്കെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ അടുത്ത സ്ലൈഡ്. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ. ഓരോ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടാവും. അല്ലാണ്ട് വെറുതെ ഒന്ന് പാരാന്തീസിസ് എഴുതുന്നത് മാത്രം, ഒന്ന് ഡിക്ലറേഷൻ മാത്രം ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ വർക്ക് ആവില്ല. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്താണ് എഴുതിയത് അത് തന്നെ കോപ്പി ചെയ്ത് എഴുതുക. പാരാമീറ്റേഴ്സിന്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആവാം, ഡിഫറെന്റ് ആവാം. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് സെയിം ആയിരിക്കണം. അതായത് അവിടെ ഇന്റീജർ ടൈപ്പ് ആണ് കൊടുത്തെങ്കിൽ ഇവിടെ ഇന്റീജർ ടൈപ്പ് തന്നെ ആയിരിക്കണം. വേറെ ടൈപ്പ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. സെയിം നെയിം തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്. പിന്നെ അത് എഴുതിയിട്ട് അതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അഡീഷൻ ആണെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ, വേറെ എന്താണ് ഫംഗ്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാം. അപ്പൊ നമുക്ക് കോഡ് നോക്കാം എങ്ങനെ എഴുതാന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഞാനിതാ ഒരു അഡീഷൻ എന്നുള്ള നമുക്ക് അഡീഷൻ ആയിട്ടുള്ള നോക്കാം. ഓക്കെ, ഒരു സം ആണെങ്കിൽ നമുക്ക് ഒരു ഫ്ലോട്ടിന്റെ നോക്കാം. ഓക്കെ, എപ്പോഴും ഇന്ത്യൻ ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഫ്ലോട്ട് എന്നുള്ള വേരിയബിൾ, ഫ്ലോട്ട് ആണ് ഏവറേജ്. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്റ് നമ്പർ 1, ഇന്റ് നമ്പർ 2, ഇന്റ് നമ്പർ 3, സെമിക്കോളൻ. അപ്പൊ ഇത് ഇട്ടു. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സാധനം ഇവിടെ എഴുതുക. ഇതെന്താ, സെയിം നെയിം കൊടുക്കാം, അല്ലെങ്കിൽ വേറെ നെയിം കൊടുക്കാം. ഞാൻ വേറെ നെയിം കൊടുത്തു. സെയിം നെയിം കൊടുത്തിട്ട് ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ABC എന്ന് കൊടുത്തു. ഓക്കെ, പിന്നെന്താ വേണ്ടത്, സെമിക്കോളൻ വേണ്ട. സെമിക്കോളൻ വേണ്ട, ബ്രാക്കറ്റ്. ഓക്കെ, ഇനി ഫ്ലോട്ട് ആവറേജ്, 3ന്റെ ആവറേജ് ആണ് ഞാൻ കാണുന്നത്. അപ്പൊ റിസൾട്ട് തന്നെ ഞാൻ കൊടുത്തു. എന്തിനാ ഫ്ലോട്ട് തന്നെ റിസൾട്ട് കൊടുത്തു. ഫ്ലോട്ട് റിസൾട്ട് ഈക്വൽ ടു A plus B plus C ഡിവൈഡഡ് ബൈ 3 എന്നിട്ട് കൊടുത്തു. ഇത് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തു. ഇനി ഇപ്പൊ നമ്മുടെ മറ്റേ പ്രസിഡൻസിന്റെ ഇഷ്യൂസ് ഒന്നും വേണ്ട. ഓക്കെ, എന്നിട്ട് പറഞ്ഞാൽ എന്താ വേണ്ടത്, റിട്ടേൺ റിസൾട്ട് എന്ന് കൊടുത്തു. അപ്പൊ എന്തായി, ഫ്ലോട്ട് എന്നുള്ള വേരിയബിൾ ആണ് ഇപ്പോ, ഫ്ലോട്ട് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഫ്ലോട്ട് റിസൾട്ട് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, പ്രിന്റ് എഫ് എന്നിട്ട് ഞാൻ കൊടുത്തു. എന്റർ ദി നമ്പേഴ്സ്. ഓക്കെ, എന്നിട്ട് scanf percentage DA എന്ന് പറഞ്ഞാൽ ആംപ്രസെന്റ് ഓക്കെ, സെയിം നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് നെയിം കൊടുക്കാം. ഓക്കെ, സെയിം നെയിമിന് കൊടുക്കാം.
ആംപർസെന്റ് ബി ആംപർസെന്റ് സി. ഓക്കെ, സ്കാനഫ് എന്താ ഇന്ത്യ എ ബി സി. ഓക്കെ, പ്ലോട്ട് ഡി. ഓക്കെ, എന്താ ഫംഗ്ഷൻ കോൾ ചെയ്യണം. എങ്ങനെയാ ഫംഗ്ഷൻ കോൾ ചെയ്യാം? ഇവിടെ നിന്നാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഫംഗ്ഷൻ കോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ നെയിം കൊടുക്കുക, ആവറേജ്. റിട്ടേൺ ടൈപ്പ് ഉണ്ടല്ലോ, അതേ സെയിം റിട്ടേൺ ടൈപ്പ് ഉള്ള ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഡി. ഫ്ലോട്ട് തന്നെയാണല്ലോ, അപ്പൊ ഫ്ലോട്ട്. അപ്പൊ രണ്ട് സൈഡ് എന്തായി? ഫ്ലോട്ട് തന്നെ. ആവറേജ് എന്നിട്ട് പിന്നെ ഓരോ വേരിയബിൾ നമ്മൾ പാസ് ചെയ്യുന്നത്. എ ആണ് നമ്മൾ പാസ് ചെയ്തത്, ബി ആണ്, പിന്നെ സി ആണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പാസ് ചെയ്യുന്നത് അതേ സെയിം നമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ നമ്പർ 2 എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പ് വിചാരിക്കുക. ഓക്കെ, അത് ആദ്യം നമുക്ക് ഇങ്ങനെ നോക്കാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ പ്രിന്റ് ചെയ്യണത്. ഓക്കെ, ഇവിടെ എന്തെയോ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഈ നമ്പേഴ്സ്? നമുക്കിപ്പോ എന്താ 8 7 5. അയ്യോ, നമുക്ക് പ്രിന്റ് ചെയ്യണില്ലല്ലോ റിസൾട്ട്. ഓക്കെ, പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് റിസൾട്ട് ഈക്വൽ ടു പെർസെന്റേജ് എഫ് സ്ലാഷ് n റിസൾട്ട്. അയ്യോ, ഡി ആണ്, സോറി, ഡി. ഇപ്പൊ ഡി എന്ന് കൊടുത്തത് എൻ്റെ അടുത്ത് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4 8 7 6 6.00 എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കണ്ടില്ലേ? അപ്പൊ അങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എങ്ങനെയൊക്കെ ഇത് കോൾ ചെയ്യാം. ഇതാ ഞാനിപ്പോ ഈ ഡിക്ക് പകരം ഇത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. കാരണം ഇത് റിട്ടേൺ ചെയ്യണ എന്താ? ഫ്ലോട്ട് അല്ലേ? അപ്പൊ ഫ്ലോട്ട് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കുഴപ്പമില്ല. എന്ത്, ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അതായത് വേറെ വേരിയബിൾ ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല. സ്റ്റോർ ചെയ്യാണ്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താവുക? ഇത് പ്രിന്റ് ആവുക? പ്രിന്റ് ആവും. കാരണം എന്താ? റിട്ടേൺ ടൈപ്പ് ഇന്ന് ഫ്ലോട്ട് ആണ്. റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ട് ആണ്. അപ്പൊ എന്താണ്? അത് റിട്ടേൺ ചെയ്യാണ്ടിരിക്കില്ല. ഇത് റിട്ടേൺ ചെയ്തു, ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യും. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്യണം എന്താണ്? നമ്മുടെ ഒന്ന് ഫ്ലോട്ട് അല്ലേ വേരിയബിള്, അപ്പോൾ ഫ്ലോട്ട് വേരിയബിൾ ആയതുകൊണ്ട് അത് പ്രിന്റ് ചെയ്യും. ഇനി എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആവറേജ് കണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റും. സ്കാനഫ് ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ എക്ക് പകരം എന്ന് പറഞ്ഞാൽ 10 കൊടുത്ത് 12 13 കൊടുത്ത് 1 കൊടുത്തു. ഓക്കെ, അപ്പൊ എന്താ റിസൾട്ട് 8 എങ്ങനെ വരുന്നത്? 24 ആണ് ആഡ് ചെയ്താൽ കിട്ടുക. 24/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 8. അപ്പൊ അങ്ങനെയാണ് കിട്ടിയത്. കണ്ടില്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വേരിയബിൾ എന്തായിരിക്കണം? അതായിരിക്കും. ഇനിയിപ്പോ ഞാൻ ഇവിടെ മാറ്റി ഒരെണ്ണം ഫ്ലോട്ട് എന്നാക്കി. ഓക്കെ, ഇവിടെയും ഫ്ലോട്ട് എന്നാക്കി. എന്നിട്ട് എന്താണ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കാനഫ് എന്നിട്ട് അപ്പൊ ആകുമ്പോ എന്തായിരിക്കും? രണ്ടാമത്തെ വേരിയബിൾ എഫ് ആവണം. ഓക്കെ, ബി എന്തായിരിക്കണം? ഇവിടെ ഇരിക്കണം ബി. പക്ഷെ പാസ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇന്റീജർ പാസ് ചെയ്താലും കുഴപ്പം ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ബിക്ക് പകരം ഇവിടെ സി വെച്ച് ഇവിടെ ബി ആയി. അപ്പൊ എന്തായിരിക്കും ഉണ്ടാവുക? എറർ ഉണ്ടാവും. റിട്ടേൺ 0. ഓക്കെ, എറർ ഉണ്ടാവും. ആക്ച്വലി എന്ന് പറഞ്ഞാൽ എറർ ഉണ്ടാവേണ്ടതാണ്. ഇതെന്താ എറർ ഉണ്ടാകത്തെന്ന് അറിയില്ല.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഈ ഇവിടെ കൊടുക്കണ എന്തോ അത് തന്നെയായിരിക്കണം ഇവിടെയുള്ള ടൈപ്പും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്റീജർ ആണ് ഇന്റീജർ. ബി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് ആണ്. ഓക്കെ, ഇവിടെയും ഫ്ലോട്ട് ആണ്. അപ്പൊ ഇവിടെയും ഫ്ലോട്ട് ആവണത്. ഓക്കെ, ഇവിടെ ഇന്റീജർ ആണ് വന്നുള്ളത്. നമുക്ക് ഇവിടെ ഇന്റീജർ ആണ് വന്നുള്ളത്. ഇവിടെയും അവിടെ എന്ന് പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളിപ്പോഴും ഇത് ഇതെന്ന് പറഞ്ഞാൽ കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ കോൾ ബൈ വാല്യൂ മെത്തേഡ് ആണ് ഇപ്പോ നമ്മൾ കാണുന്നത്. ഓക്കെ, കോൾ ബൈ വാല്യൂ മെത്തേഡ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചെയ്തതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് കോൾ ബൈ വാല്യൂ. ഇത് കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ടു കോപ്പീസ് ഓഫ് പാരാമീറ്റേഴ്സ് സ്റ്റോർ ഇൻ ഡിഫറെന്റ് മെമ്മറി ലൊക്കേഷൻസ്. അതൊരു ഇതിലുള്ളതാണ്. ടു കോപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഒരു കോപ്പീസ് ഉണ്ടാക്കിയില്ലേ, ഈ എ ബി സി. ഈ എ ബി സിയുടെ കോപ്പീസ് ആണ് നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത്. അതായത് എ ബി സി എന്ന് പറഞ്ഞത് ഇവിടെ പോണത് ഡിഫറെന്റ് ഒന്നല്ല. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ചെക്ക് ചെയ്യാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എ ബി സിയുടെ മെമ്മറി അഡ്രസ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. ഇവിടെയും പ്രിന്റ് ചെയ്യാം, അവിടെയും പ്രിന്റ് ചെയ്യാം. ഓക്കെ, മെമ്മറി അഡ്രസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംബ്രസെന്റ് യൂസ് ചെയ്യണം. ആംബ്രസെന്റ് യൂസ് ചെയ്താലാണ് നമ്മൾ മെമ്മറി അഡ്രസ് പ്രിന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഏതിൻ്റെയൊക്കെയാണ് അഡ്രസ് പ്രിന്റ് ചെയ്യേണ്ടത്? എ ബി സി. ഓക്കെ, ഇതേ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയും പ്രിന്റ് ചെയ്യാം. എവിടെ? ഈ റിസൾട്ടിന്റെ അവിടെ. ഇവിടെ തിരിച്ചറിയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്നുള്ള പോലത്തെ ഒരു ഇത് കൊടുത്തു. ഓക്കെ, എൻ്റെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുകയാണ് 7 5 1. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഈ അഡ്രസ് ആണോ ഈ അഡ്രസ് അല്ല, ബോത്ത് ഡിഫറെന്റ് അല്ലേ? ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? നമ്മളിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കോപ്പീസ് ആണ് നമ്മളിവിടുന്ന് പാസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ബി സി എന്നുള്ളതിന് ചേഞ്ച് ആയി കഴിഞ്ഞാലും ഇവിടത്തെ എ ബി സിക്ക് ഒരു ചേഞ്ച് വരുന്നില്ല. അതായത് നമുക്കിപ്പോ പറഞ്ഞാൽ സ്വാപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക ഒരു പ്രോഗ്രാം. ഞാൻ സ്വാപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ. സ്വാപ്പ്, വോയിഡ് സ്വാപ്പ്. കാരണം എനിക്ക് ഒന്ന് സ്വാപ്പ് അല്ല ചെയ്യണ്ടുള്ളൂ. രണ്ട് നമ്പേഴ്സ് ഇന്റ് എ ഇന്റ് ബി. ഓക്കെ, വോയിഡ് സ്വാപ്പ് ഇന്റ് എ ഇന്റ് ബി. സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് സ്വാപ്പ് ചെയ്യണമെങ്കിൽ എന്താണ്? ഓക്കെ, ടെമ്പ് ഈക്വൽ ടു ഇന്റ് ടെമ്പ് ഈക്വൽ ടു എ ഈക്വൽ ടു ബി ഈക്വൽ ടു ടെമ്പ്. printf values. A equal to percentage d, b equal to percentage d,